ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഐ ലുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ചെയ്ത് വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടതായിരുന്നു, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു മുഹൂർത്തമായത്. അപ്പോൾ നമുക്ക് നേരെ ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ സ്വന്തമായിട്ട് മെനഞ്ഞെടുത്ത സാധനമൊന്നുമല്ല, ഞാനൊരു റീലാണ് ഷോർട്സിലാണോ എന്ന് അറിഞ്ഞൂടാ, അതിൽ കണ്ടതാണ്. അപ്പോൾ ആ ചേച്ചി നല്ല സിമ്പിളായിട്ട് കുറച്ച് പേരൊക്കെ അറിഞ്ഞൂടാ, പക്ഷേ നല്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ചേച്ചി. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളുമാണ് ചെയ്യാൻ, എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ കുറച്ച് സ്കിൻ പ്രപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല. കുറച്ച് നമുക്കെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൺസ്ക്രീനിൻ്റെ ടെക്സ്ചർ ഒരു വൃത്തിയിട്ട ടെക്സ്ചർ, അങ്ങനെ വരുമ്പോൾ ഒരു മാതിരി കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഫേസിലിടാനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഇതിന് ട്യൂബിന് വരണത് ഒരുമാതിരി വൃത്തിയായിട്ട അവസ്ഥയിൽ. ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ഞാനൊരു കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ എന്ത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ സൺസ്ക്രീൻ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു കൺസീലറോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു തിന്നായിട്ടുള്ള ലെയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത് ഈ ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം യെല്ലോ അതാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട്. അപ്പം ഞാനിത് കുറച്ചിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ ഡാർക്ക് സർക്കിൾസിന് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കൺസീലർ. പക്ഷേ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് അത്രയ്ക്ക് സുഖമില്ല. കണ്ടില്ലേ, ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ. കുറച്ച് വേണമെങ്കിൽ കണ്ണിൻ്റെ അടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിലും ഇതിങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് ഓവറായിട്ടുണ്ട്, ജസ്റ്റ് ഇതിങ്ങനെ ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കയ്യിലുള്ള ഏതെങ്കിലും ഒരു പിങ്ക് കളറുള്ള ലിപ്സ്റ്റിക്കോ ഐ ഷാഡോയോ അങ്ങനെ നൈസായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നൈസ് ഒരു ബ്രൗൺ ആയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഇപ്പോഴാൻ പോകുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. മതിയാവും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ കൺസീലറിൻ്റെ മേലെ നിങ്ങൾക്ക് പൗഡർ വെച്ചിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ പൗഡർ അങ്ങനത്തെ ഒരു പൗഡർ ഇല്ല, അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ കണ്ണിൽ മൊത്തമായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് എല്ലായിടത്തും ആയിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ കണ്ണിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഒരു കണ്ണിൽ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം ഇത്ര മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു ബഡ്സും പിന്നെ ഈ ഒരു കാജളും. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കാജൽ എന്ന് പറയുന്നത് ഇത് കൊളോസൽ കാജലാണ്. മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു കാജൽ, കുറച്ച് സ്മഡ്ജ് ചെയ്യാൻ പറ്റുന്ന കാജൽ വേണം, അത് ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. എടുത്തിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തിട്ട് ഞാനത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാനും ശരിയാവാൻ നോക്കട്ടെ. എന്നിട്ട് ഈ ബഡ്സിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മളിങ്ങനെ
ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. കൊള്ളാട്ടോ, ഒരു ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി കാജൽ വേണം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കാജൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണോ? അയ്യോ, ടൈറ്റ് ലൈൻ ചെയ്യാൻ മറന്നുപോയി. ഫസ്റ്റ് അതാണ് കേട്ടോ ചെയ്യേണ്ടത്. മറന്നുപോയി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഓക്കെ ആണ്. ഓക്കെ കണ്ടില്ലേ, കണ്ണിന് ഡിഫറൻസ് നോക്കി. കുറച്ചും കൂടി കണ്ണിൻ്റെ മേലെ നമുക്കിവിടെ വരച്ചു കൊടുത്തിട്ട് സ്മഡ് ചെയ്യാം. ഇത് ബഡ്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോവാണ് കേട്ടോ. കണ്ടോ, മര്യാദയ്ക്ക് ആവണില്ല. ജലിൻ്റെ കാട്ടിൽ ഇപ്പോൾ ഒരു തീരുമാനമായതിന് ഇതിങ്ങനെ കുത്തി അപ്പുറത്തേക്ക് പോയി. ബാഗ് അത്ര തുറന്നു വയ്ക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം പോയാണ് എൻ്റെ വഴിക്ക്. ഇത് സ്മഡ്ജി പോലെയൊക്കെ ആവണില്ല കേട്ടോ. കണ്ടോ, ഓക്കെ, ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐലൈനർ വെച്ചിട്ടാണ്. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഇപ്പോൾ യൂസ് ചെയ്യണേ. ഞാൻ സ്കൂളിലങ്ങാണ്ട് പഠിക്കുമ്പോഴാണ്, സ്കൂളിലാണോ കോളേജിലാണോ എന്ന് അറിഞ്ഞൂടാ, ലാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോഴങ്ങാണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഐലൈനറെല്ലാം തീർന്നപ്പോൾ എൻ്റെ കയ്യിലല്ല, ഇവിടെ വീട്ടിലായിട്ട് 3 ഐലൈനർ ഉണ്ടായിരുന്നു. അത് 3ഉം തീർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് 50 രൂപയുടെ ഡാസ്ലർ മേടിച്ചു. നമുക്കിത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാലിട്ട് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴപ്പമില്ലേ. അപ്പം ഞാൻ ഇപ്പുറത്തെ കണ്ണിലും കൂടി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ കണ്ണിലാവോ നോക്കിയിട്ട് വരാം. കണ്ണിൻ്റെ അടിയിൽ ഓൾറെഡി കണ്ണിൻ്റെ ടൈറ്റ് ലൈൻ എഴുതിക്കണോണ്ട് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്തെ കണ്ണിനോട് എഴുതിയിട്ട് വരാം. കാരണം എനിക്കിങ്ങനെ ഇങ്ങനെയും വീഡിയോ എടുക്കണം, ഇങ്ങനെയും വീഡിയോ എടുക്കണം. അപ്പോൾ ഒരു കണ്ണിൽ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു, ഇപ്പുറത്തെ കണ്ണിൽ ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പം അതും കൂടി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 കണ്ണിൽ എഴുതി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ കണ്ണിലേക്കാണ് കൂടുതൽ ഈ കണ്ണിൽ ഇഷ്ടപ്പെട്ടു. എന്താ ചെയ്യാനാ, കാരണം സാധാരണ ഈ കണ്ണിൽ എഴുതുമ്പോഴാണ് തെറ്റിപ്പോവാറ്. പക്ഷേ ഈ കണ്ണിൽ ശരി, ഈ കണ്ണിലാണ് കുറച്ച് മിസ്റ്റേക്ക് പറ്റി. കാരണം ഈ വാലിട്ടത് അങ്ങ് കറക്റ്റായില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറച്ച് പ്രൊഡക്ട്സ് മതി. നമ്മുടെ കയ്യിലെല്ലാവരുടെ കയ്യിലുണ്ടാവും ഈ കുറച്ച് പ്രൊഡക്ട്സ്. കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നെ എന്തായാലും കാജൽ ഉണ്ടാവും, പിന്നെ ഐലൈനർ ഉണ്ടാവും എന്തായാലും, പിന്നെ ഒരു ഐ ഷാഡോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. പിന്നെ മസ്കാരയും കൂടി ഇട്ട് കൊടുത്തോ. ഞാനിപ്പോൾ ഇനി മസ്കാര ഇടണില്ല. എനിക്ക് മസ്കാര ഇടാൻ കുറച്ച് മടിയാണ്, കാരണം കണ്ടുള്ളിൽ കുത്തിക്കയറും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് കാരണം ഞാനിപ്പോൾ അതിന് മെനക്കെടാൻ നിൽക്കണില്ല. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഓൾറെഡി ചെയ്യും എന്നറിയാം. അപ്പോൾ